നമസ്കാരം, ഞാൻ ഷൈജു കുര്യൻ. ചേഞ്ച് എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം നമ്മുടെ സുഹൃത്ത് പിന്നണിയിലുണ്ട്. നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. ഇന്നത്തെ ചോദ്യം വളരെ എൻ്റെ ഡിഫറെന്റ് ആണ്. അതായത് കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മുടെ ലോക രക്തദാന ദിനം കടന്നുപോയത്. ഈ രക്തദാനത്തിന് പുരുഷന്മാരാണ് കൂടുതൽ രക്തം കൊടുക്കാറുള്ളത്. എന്താണ് സാറേ ഈ സ്ത്രീകൾ രക്തം കൊടുക്കാൻ മുന്നോട്ട് വരാത്തത്? ശരിക്കും വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ആവശ്യമായി വരുന്നത് സ്ത്രീകൾക്കാണ്. ഒരു സ്ത്രീ ഗർഭിണിയായി പ്രസവിക്കുന്ന സമയത്ത് അവർക്ക് രക്തം വളരെയധികം ആവശ്യം വരുന്ന ടൈമുകളാണ്. അന്നേരം സ്ത്രീകളാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രക്തം ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് സയന്റിഫിക്കായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പലരും ബോധവൽക്കരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇതിന് മുന്നിട്ടിറങ്ങാത്തത്? എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. കാരണം നമ്മുടെ ഒരു സമൂഹത്തിന്റെ തെറ്റായ ഒരു ചിന്താഗതിയുണ്ട്. കാരണം രക്തം കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള പൊതുവെ ഒരു ചിന്ത പലർക്കും ഉണ്ട്. നമ്മുടെ അവയവദാനത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം എത്ര പേര് അവയവദാനം ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ മാതാപിതാക്കൾ പോലും പലപ്പോഴും മക്കളെ നിങ്ങൾ രക്തം ദാനം ചെയ്യുന്നതിന് വിലക്കാറുണ്ട്. അത് ഒരു സമൂഹത്തിൽ തെറ്റായ ഒരു ചിന്താഗതിയാണ്. കാരണം നമ്മുടെ രക്തം തീർച്ചയായും ഒരു 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ദാനം ചെയ്യുന്നതിന് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ചെറിയ കോമഡി ചോദ്യം, സാർ എത്ര പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്? കാരണം ഞാൻ വളരെ കാലം കൂടിയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ഡൊണേറ്റ് ചെയ്തത്. കാരണം തെറ്റായ ഒരു കാര്യമാണ് എന്ന് എനിക്കറിയാം. പക്ഷെ പല തിരക്കുകൾ കാരണം എനിക്ക് കൊടുക്കേണ്ട ഒന്നുകിൽ എന്നോട് ആരും ചോദിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ഈ അടുത്ത സമയത്ത് എന്റെ ഒരു സുഹൃത്ത് ചോദിച്ചതിന്റെ പുറത്ത് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. സാർ എത്ര പ്രാവശ്യം ബ്ലഡ് കൊടുത്തു കാണും? ഞാൻ ജീവിതത്തിൽ 2 തവണയെ കൊടുത്തിട്ടുള്ളൂ. കാരണം 2 തവണ എന്നോട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നതിലേക്ക് ഞാനും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അടുത്ത സമയത്ത് എന്റെ ഒരു സുഹൃത്ത് ചോദിച്ചപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ബോധവാനാകുന്നു, ഞാൻ ഡൊണേറ്റ് ചെയ്യുന്നു. സാറ് അപ്പൊ ഇങ്ങനെ 2 തവണ ബ്ലഡ് കൊടുത്തിട്ടുള്ള സാറ് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്നതിനകത്തൊരു ഔചിത്യബോധം ഉണ്ടോ സാറേ? കാരണം ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ലായിരുന്നു. കാരണം ഒരാവശ്യം വന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ചിന്തിച്ചത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്ത വരാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ അതിനുവേണ്ടി രക്തം ഡൊണേറ്റ് ചെയ്യുന്നതിന് തയ്യാറാകാത്തത്. കാരണം ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ചെല്ലും എന്ന് ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. നാളകളിൽ ഈ വാഴപ്പള്ളി പഞ്ചായത്ത് ചങ്ങനാശ്ശേരി നഗരസഭയിലൊക്കെ ബ്ലഡ് ദാനം ചെയ്യുന്ന ക്യാമ്പയിനുകളിലൊക്കെ താങ്കൾ പങ്കാളിയാകും? തീർച്ചയായും ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ അതിന് തീർച്ചയായും മുന്നിൽ തന്നെ കാണും. ഓക്കെ, ഉണ്ടാകണം സാറേ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തദാനം മഹാദാനം, ആദ്യമേ അന്നദാനം മഹാദാനം എന്ന് പറഞ്ഞാൽ രക്തദാനം മഹാദാനം. സാർ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ സാർ? കാരണം സർക്കാർ കൂടുതലായിട്ട് കാരണം അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ അഡ്വർടൈസ് ചെയ്യുന്ന, കാരണം മീഡിയകളിൽ പല അഡ്വർടൈസ്മെന്റുകൾ വരുന്നത് പോലെ തന്നെ ജനങ്ങളുടെ ജീവനെ തന്നെ രക്ഷിക്കേണ്ട ഒരു കാര്യമാണ് രക്തം. കാരണം പലപ്പോഴും രക്തം കിട്ടാനുള്ള റെയറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകളാണെങ്കിൽ വളരെ അപൂർവമായിട്ടാണ് അത് ആൾക്കാർ കാണത്തുള്ളൂ. അത് കിട്ടാൻ വളരെയധികം ഓടി നടക്കുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. അന്നേരം ഡൊണേറ്റ് ചെയ്യാൻ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്താലുള്ള കുഴപ്പം, ചുരുക്കം ആയിട്ടുള്ള കിട്ടുന്ന ബ്ലഡ് ഗ്രൂപ്പുകളാണെങ്കിൽ ആൾക്കാർ ഡൊണേറ്റ് ചെയ്തേക്കുന്നിടത്ത് നിന്ന് നമുക്കത് സംഘടിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ സമൂഹം അതിനുവേണ്ടി തീർച്ചയായും മുന്നോട്ട് വരണം. ഗവൺമെന്റുകൾ അതിനുവേണ്ടി കൂടുതലായിട്ട് പരിശ്രമിക്കണം. നമ്മളുടെ സ്ത്രീകൾ കൂടുതലായിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് അതിന് ഒരു പ്രയോജനം നൽകണം. നമ്മുടെ സർക്കാരുകൾ തീർച്ചയായും അതിന് ഈ രക്തദാനം നല്ലൊരു കാര്യമാണെന്നുള്ള ഒരു പ്രൊമോഷണൽ ആയിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റുകളോ തീർച്ചയായും കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരണം. നമ്മുടെ സമൂഹം തീർച്ചയായും അതിന് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.